ട്രാജഡി ആയേനെ ഗൈസ്. ഹലോ ഗൈസ്, ഇനി ഒരു വീഡിയോ വരൂലായിരുന്നു, ഡെഡ് ആയേനെ ഞാൻ. അതേ കണക്ക് ന്യൂസിൽ വന്നേനെ ബാത്റൂം കഴുകി ഞാൻ മരിച്ചെന്നുള്ള കാര്യം. അപ്പൊ പറയട്ട് മോഞ്ചെടുക്കണം എന്തിന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇനി ഇങ്ങനൊരു ഹലോ ഗൈസ് പറയാൻ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത്. സോ ഗൈസ്, ഇത് നമ്മളെ ഒരു ബ്യൂട്ടി ടിപ്പ് ഒന്നുമല്ല, പക്ഷെ ഒരു ഹെൽത്ത് ടിപ്പാണ്. കാരണം ഇത് ഞാൻ പറയേണ്ട, കാരണം എനിക്ക് ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നിയില്ല, ഞാൻ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചല്ല. പക്ഷേ ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെ അടുത്ത് പറഞ്ഞ് ഇതൊരു വീഡിയോ ആയിട്ട് ഇടണം. കാരണം നമുക്ക് പറ്റുകയാണെങ്കിൽ മറ്റുള്ളവർക്കും പറ്റാം. സോ അതുകൊണ്ടൊരു വീഡിയോ ആയിട്ട് ഇടണം. അപ്പോൾ എന്താണ് ആ പറ്റില്ലെന്നാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോണത് ഗൈസ്. സോ നമുക്ക് തുടങ്ങാം. അതായത് ഞാൻ ഇത് വിക്റ്റിമാണ്. വിക്റ്റിം ഞാനാണ്. ഐ വിറ്റ്നസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഐ വിറ്റ്നസിനെ ഇവിടെ കൊണ്ടുപോയി ഞാൻ വീഡിയോ എടുത്തത്. അതായത് ഈ കഥ നടക്കുന്നത് വേറെ എങ്ങുമല്ല ഗൈസ്, എൻ്റെ വീട്ടിലാണ്. എങ്ങനെയുണ്ട്, കിൻഡർ ജോയിയുടെ കിട്ടിയ മോതിരാണ്. വീട്ടിലാണ്, എൻ്റെ വീട്ടിലെ കക്കൂസിലാണ് ഈ കഥ നടക്കുന്നത്. അതായത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ ഇവിടെ വീട്ടിലൊരു ഗസ്റ്റ് വരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഒബ്വിയസ്ലി ഞാനൊരു കേരളത്തിൽ നിന്നായതുകൊണ്ടും ഞാൻ ഇന്ത്യയിൽ ഒരാളായതുകൊണ്ടും ഓഫ്കോഴ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഗസ്റ്റ് വരണം എന്ന് പറയുമ്പോൾ നമ്മൾ തൂത്തൊക്കെ ഇറക്കും. പക്ഷെ ഇവിടെയൊക്കെ വൃത്തിയൊക്കെ കിടന്നുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് കക്കൂസ് കഴുകുക എന്ന് പറയുന്നത്. ഞാനും യൂഷ്വലി ഒരു ഗസ്റ്റ് വരണം എന്ന് പറയുമ്പം ഇവിടെ ആകെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ബാത്റൂമാണുള്ളത്, കോമൺ ബാത്റൂം. പുറത്തൊരു ബാത്റൂം ഉണ്ട്. അപ്പം പുറത്തുള്ള ബാത്റൂം അല്ല, അകത്തുള്ള ബാത്റൂമിൻ്റെ കാര്യമാണ് പറയണം. അപ്പോൾ അകത്തെ ബാത്റൂം ഗസ്റ്റ് വരണമുണ്ട് ഞാൻ എന്തോ ചെയ്ത് കഴുകാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ രാവിലെ എണീറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പുതിയൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. സ്വന്തം ചുണ്ടിൻ്റെ സൗന്ദര്യത്തിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഗസ്റ്റ് ഇങ്ങനെ വരണമെന്ന് വിളിച്ച് പറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ ഗസ്റ്റിന് ബാത്റൂമിൽ പോകേണ്ട ആവശ്യം വന്നാലാന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കഴുകാമെന്ന്. അമ്മ കഴുകിയ കാര്യം ഞാൻ അറിഞ്ഞില്ല, അമ്മ 2-3 ദിവസം മുന്നേ കഴുകിയായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു ഞാൻ കഴുകുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും കോമഡി ആയിട്ട് എന്താ പറയുന്നത്, സീരിയസ് ആയിട്ട് വരട്ടെ ഇവരൊരു മോഡൽ. നീ കോമഡി പറയുമ്പോഴാണ് പറയണത് തന്നെയല്ലേ. സോ ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഏത് കാര്യം സീരിയസ് ആയിട്ട് കോമഡി ആയിട്ട്. ട്രാജഡി ആയേനെ ഗൈസ്. ഹലോ ഗൈസ്, ഇനി ഒരു വീഡിയോ വരൂലായിരുന്നു, ഡെഡ് ആയേനെ ഞാൻ ഒബ്വിയസ്ലി സാധാരണ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, രാത്രി കിടക്കാൻ നേരത്ത് എല്ലായിടത്തും പറയും ക്ലോസറ്റിലും മറ്റേ ഹാർപ്പിക്ക് ഒഴിച്ചിട്ടേക്കാണ്, തറയിൽ ബാത്റൂം ഫ്ലോർ കഴുകണം, അതിൻ്റെ ബാത്റൂം ക്ലീനറായ ഹാർപ്പിക്ക് ഒഴിച്ചിട്ടേക്കാണ്. അപ്പം രാവിലെ ആരാണോ ഉറക്കം എണീറ്റ് ബാത്റൂമിൽ പോകുന്നത് അവർ കഴുകണം. ഞാനൊരു ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് വരില്ല. രാവിലെ എണീക്കുന്ന മാളുമാണ് പഠിക്കാൻ വേണ്ടി, അപ്പോൾ മാള് കഴുകണം, അതാണ് ടാസ്ക്. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുകൊണ്ടിരുന്നത് സാധാരണ. പക്ഷേ ഇപ്പോൾ ഗസ്റ്റ് വരണമുണ്ട്, ഞാൻ നേരെ ചെയ്ത് പെട്ടെന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ബാത്റൂമിലോട്ടുള്ള ജനൽ തുറന്നിട്ടതിന് ശേഷം, കാരണം ജനൽ തുറന്നിടുമ്പം ഈ ബാത്റൂമിൽ മറ്റേ ചുമന്ന ഹാർപ്പിക്ക് ബാത്റൂം ഫ്ലോർ കഴുകാനും ബ്ലൂ ഹാർപ്പിക്ക് നമ്മുടെ ക്ലോസറ്റ് കഴുകാനും. അപ്പം ഞാൻ ഈ റെഡ് ഹാർപ്പിക്കിൻ്റെ സ്മെല്ല് എനിക്ക് ലൈക്ക് ഒരു ബ്ലീച്ചിങ് സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ജനൽ തുറന്നിട്ട് എന്നിട്ട് ഞാൻ ഈ ചുമന്ന ഹാർപ്പിക്ക് ഡൈല്യൂട്ട് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. ഞാൻ അങ്ങനെയല്ല, നമുക്ക് സമയമില്ലല്ലോ, പെട്ടെന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഡൈല്യൂട്ട് ചെയ്യാതെ കുറേ ക്ലീച്ചി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കുറേ ഒഴിച്ച് കക്കൂസിൻ്റെ ബാത്റൂമിൻ്റെ ഫ്ലോർ നിറച്ച് കുറേ ഒഴിച്ച് അതിന് ശേഷം നീല ഹാർപ്പിക്ക് എടുത്ത് ക്ലോസറ്റ് കാണാൻ വയ്യാത്ത രീതിക്ക് നീല കളറിൽ കുളിപ്പിച്ചിട്ട് എന്നിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വൃത്തിയായി വെച്ച് നീല ഹാർപ്പിക്ക് തറയിലൂടെ കുറച്ച് വരി ഒഴിച്ച് അങ്ങനിട്ട് ഞാൻ എന്തിനാണ് ഇതിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. കാരണം ഗസ്റ്റ് നമുക്ക് പെട്ടെന്ന് കഴിവണം, ഗസ്റ്റ് വരും, നമ്മൾ റെഡി ആയിട്ടിരിക്കണമല്ലോ. ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് കഴുകാൻ പോയി ഗൈസ്. അപ്പം ഞാൻ നോർമലി കഴുകുന്ന കണക്ക് ഞാൻ ക്ലോസറ്റ് കഴിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, കാരണം കുറച്ച് പൊങ്ങി നിന്നല്ലേ കഴുകണം, അപ്പം കുഴപ്പമില്ലാണ്. തറ കഴുകിയപ്പം ഒരു സ്ട്രോങ് പഞ്ചൻറ്റ് സ്മെല്ലുള്ള ഒരു സാധനം മണ്ടയിലോട്ട് അടിച്ചു കയറി. വഴി മൂക്ക് വഴി എൻ്റെ നാസാ കുഹരങ്ങൾ വഴിയൊക്കെ ഏതൊക്കെ വഴി കയറിപ്പോയി ഗായ്സ്, എനിക്കറിഞ്ഞൂടാ. അപ്പം ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഒരു സ്മെല്ലടിക്കാൻ നമ്മളെല്ലാവരും കാണിക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ ആക്കിയിട്ട് ഇട്ടിരുന്ന നൈറ്റിയിലാണ്ട് പിടിച്ച് എൻ്റെ മൂക്ക് ഞാൻ ഇങ്ങനെ വെച്ചോണ്ട്
ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കഴുകിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാതെ എനിക്കൊരു ഭയങ്കര ഹെസിറ്റേഷൻ ആയപ്പോഴത്തേക്ക്, സഫോക്കേഷൻ ആയപ്പോഴത്തേക്കും ഞാൻ പുറത്തിറങ്ങി നമ്മളെ ഗസ്റ്റ് വരും, നമ്മളെ മെയിൻ സംഭവം ഗസ്റ്റ് ഇപ്പം വരും, ഇപ്പം അതിന് മുമ്പ് ബാക്കിയുടെ കഴിവേണ്ട. ഞാൻ ഇങ്ങനെ ആക്കി നിന്നിട്ട് ഞാൻ കക്കൂസ് എഴുതാൻ വേണ്ടിയിട്ട് പോയി. വീണ്ടും ഞാൻ അകത്തോട്ട് കയറി കഴുകാൻ തുടങ്ങി. എൻ്റെ പെട്ടെന്ന് ഞാൻ കഴുകി നല്ല വൃത്തി കുറേ നേരം ഇരുന്ന് സായിപ്പേ എന്നും പറഞ്ഞ് കക്കൂസൊക്കെ ഉരച്ച് തേച്ച് ക്ലോസറ്റൊക്കെ നല്ല കിണ്ണം കാഴ്ച കണക്ക് വാഷ് ബേസും എല്ലാം ഞാൻ കഴുകിയിട്ടിട്ട് ഞാൻ നേരെ വന്നൊരു കിടപ്പങ്ങ് കിടന്ന് കഴിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ എനിക്ക് ക്ഷമയായി. ആദ്യം എനിക്ക് ക്ഷമയണമെന്നാണ് ഈ സ്മെല്ലടിച്ച് എനിക്ക് മനസ്സിലായൊരു കാര്യം വെച്ചാൽ എൻ്റെ ഈ ഒരു ഭാഗം, അതായത് എൻ്റെ ഈ ലെങ്സിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പോർഷൻ എന്തോ ഒരു തടസ്സം, അതായത് എന്തോ ഒരു സാധനം കെട്ടി വച്ചേക്കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഭാരം, ഒരു 10 കിലോരെ കല്ലാണ്ട നെഞ്ചത്തെടുത്ത് വെച്ച കണക്ക് എനിക്ക് ഭാരം, എനിക്ക് ശ്വാസം വിടാൻ പറ്റും. നമ്മളെല്ലാവരും ശ്വാസം വിടാൻ എങ്ങനെയല്ലേ, എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ല, എടുക്കാനും പറ്റില്ല, പുറത്തുവിടാൻ പറ്റില്ല. ഞാൻ അവസാനം ഇങ്ങനെയാണ് ശ്വാസം ഇടുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, കാരണം ഈ സ്മെല്ല് അടിച്ചുകൊണ്ടോ പ്രശ്നമാണ്, കുഴപ്പമില്ല, കുറച്ചും പോയി. ഞാൻ ഉടനെ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷമയായി, ഭയങ്കര ക്ഷമ, ഓർക്കാനിച്ചുള്ള കൊലച്ചുള്ള ക്ഷമ, ഇങ്ങനെ ക്ഷമയായി. ഒരു തവണ തുപ്പിയപ്പോൾ എനിക്ക് ലൈറ്റ് ബ്ലൂ കളർ കണക്ക് തോന്നി തുപ്പല്. ഒരു തവണ തുപ്പിയപ്പോഴത്തേക്കും തോന്നലാണോ ഞാൻ, അപ്പം ഞാനൊരു പാതി മറ്റേ ഹാലൂസിനേഷനിലായിപ്പോയി ഗൈസ്. കാരണം ഞാൻ കോൺഷ്യസ് അല്ല, സബ് കോൺഷ്യസ് സോറി ഗൈസ്, എൻ്റെ ബുദ്ധിജീവി പുറത്തുനിന്ന് ബുദ്ധിജീവി എടുത്ത് വെച്ചാൽ സബ് കോൺഷ്യസിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം ഇരുന്ന് ചൂടുവെള്ളം കുടിച്ച് അങ്ങനെ ചുമച്ചിരുന്നു. ഇതെല്ലാം വേറൊരു ഐ വിറ്റ്നസ് ഉണ്ട്, എൻ്റെ മുറപ്പയ്യെ ഇളയ മുറപ്പയ്യെ സൈഡിൽ നോക്കണ്ട, പണ്ടരക്കാലത്തേക്ക് ഇത്രയും നേരമൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു, എവിടിപ്പം തീരുമോ എന്നുള്ള രീതിയിൽ അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് കിടന്നപ്പം പിന്നെ എനിക്ക് ശ്വാസം എടുക്കാനേ പറ്റില്ല. ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട്, മൂക്കുഴി എടുക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഫുൾ ബോഡിയിലും എനിക്ക് ശ്വാസം കിട്ടാനില്ല. എനിക്ക് ഓക്സിജൻ എന്ന സമയമില്ല, എവിടേക്ക് ഞാൻ സ്റ്റക്കായിട്ട് എണീറ്റ് നിന്നാലും എനിക്ക് ശ്വാസം വേണമല്ലോ. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി, എനിക്ക് ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റില്ല. അതായത് എൻ്റെ ഇവിടെ ഈ ഭാഗവും എൻ്റെ മുതുവിൻ്റെ ഭാഗം, അതായത് എൻ്റെ അരയ്ക്ക് മേലോട്ടുള്ള, അതായത് ഈ നമ്മുടെ ലെങ്സിന് ചുറ്റുമുള്ള ഭാഗമില്ലേ സ്കിന്ന്, അവിടേക്ക് എന്തോ ഇങ്ങനെ വിരിവിരാ ഓടണക്ക്, അതായത് സ്കിന്നിനകത്തൂടെ എന്തോ കുഞ്ഞു ജീവികൾ ഓടണക്ക്, പെരുപ്പും ഇവിടേക്ക് ഒരുമാതിരി ചൊറിയുകയും ചെയ്യണം. പക്ഷെ പുറത്തൊന്നും ഇല്ല, പക്ഷെ അകത്താണ് ചൊറിയണം. നമുക്ക് അകത്തിട്ട് ചൊറിയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു, ചൊറിച്ചിലും. പെട്ടെന്ന് എൻ്റെ കണ്ണൊക്കെ കയറി ചുമന്ന് തടിച്ചു. ഇനി എൻ്റെ ഉള്ള മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കൂ സന്ദീപിയ. കണ്ണിന്റെ പോള നീരടിച്ച്, പിന്നെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി. മുഖമൊക്കെ ചുമന്ന് ചെമച്ച്. എനിക്ക് ഇങ്ങനെ ആക്കുമ്പം നമുക്ക് ഈ കഫക്കെട്ട് വരുമ്പം നമ്മളെ നെഞ്ചിൽ ഒരുമാതിരി സൗണ്ട് കേൾക്കും, നാക്കുമ്പോൾ ഒരു വല കണക്കത്തെ സൗണ്ട് കേൾക്കും. അതേ കണക്കത്തെ സൗണ്ട് വെച്ച് ഒരു കുരുമില്ലാതെ ഞാനിവിടെ ഏട്ടേവത്തെ കുതിരകളെ കണക്ക് ഞാൻ ഇവിടെ ഓടി നടന്ന് എല്ലാ കാര്യം ചെയ്യണമെന്ന് ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് അവശ്യ നിലയിൽ പെട്ടെന്ന് തന്നെ ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ഇന്നയാണ് സംഭവം, ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത് 2 ഇഞ്ചക്ഷൻ, അലർജിക്കുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോഴും ഞാൻ ചത്തിട്ടില്ല, പക്ഷേ ഓക്സിജൻ ഇല്ല. ഫുൾ ബോഡിയിൽ ഓക്സിജൻ കൗണ്ട് അളവ് നന്നായിട്ട് കുറഞ്ഞു. എത്ര 60 എന്ന് വെച്ചാൽ നല്ല ആയി, ഒരുപാട് കുറഞ്ഞു. പക്ഷേ ഞാൻ BP ലോ ആയി. എനിക്ക് സംഭവം വെച്ചാൽ ഞാൻ കിടക്കണ കാര്യം എനിക്ക് ബോഡിക്ക് വെയിറ്റ് ഒന്നും തോന്നല്ല, ഞാൻ കിടക്കണുണ്ട്. പക്ഷേ ചുറ്റും ഡോക്ടറും എല്ലാവരോടും എന്നെ വന്ന് നോക്കണുണ്ട്, ഡോക്ടർ, നഴ്സുമാർ, അമ്മ ഉണ്ട് നിൽക്കുന്ന സൈഡിൽ. പക്ഷെ ഞാൻ ഇങ്ങനെ ഇവർ പറയണ കാര്യം കേട്ട് വന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ എനിക്കൊന്നും കേൾക്കാൻ ഞാൻ ഇങ്ങനെ ഒന്നായാതെയായിരുന്നു. അതായത് ഭയങ്കര അൺകോൺഷ്യസ് ആയിരുന്നു, എനിക്ക് ഓക്സിജൻ കിട്ടാതെ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഡോക്ടറിൻ്റെ കവിലൊന്ന് തട്ടിയിട്ട് കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് നോക്കിയപ്പോഴത്തേക്ക് ഓക്സിജൻ ബോഡിയിൽ ഒട്ടുമില്ല. പിന്നെ ഓക്സിജൻ മാസ്ക് ഇവിടെ നമുക്ക് തന്നുകൂടെ വിട്ട് ഓക്സിജൻ മാസ്ക് തന്നു ഓക്സിജൻ എടുത്തപ്പോഴാണ് ഓക്കെ ആയത്. എന്നിട്ടും ഞാൻ കണ്ടോക്കളെ കുറേ നേരം എത്ര നേരം നമ്മളിവിടെ എത്ര മണിക്ക് പോയാൽ 1:30
1-2 മണി നമ്മൾ വന്നപ്പോഴത്തേക്കും 5 മണിയായി. 5 മണി നമ്മളിവിടെ എത്തിയപ്പോൾ അത്രയും നേരം ആ ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷം BP ഭയങ്കര BP കറക്റ്റ് ആവാനല്ലേ അല്ലായിരുന്നു. കാരണം എനിക്ക് കൂടെ BP പറയുന്ന ആളാണ് ഞാൻ. എനിക്ക് പണ്ടൊരിക്കൽ ലൂസ് മോഷൻ വന്നപ്പോൾ മുതൽ എനിക്ക് BP കുറവായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴും വയറുവേനയൊക്കെ വരുമ്പോഴും ഭയങ്കര വീക്കാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് BP കുറയും. അപ്പം BP ഒക്കെ കുറഞ്ഞ് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി. ഇനി പറയും, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഐ വിറ്റ്നസിന്റെ എക്സ്പീരിയൻസ് പറയൂ. പിന്നെ കൃത്രിമ ഓക്സിജൻ തന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വാസമല്ലേ ഓക്സിജൻ തന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓക്സിജനൊക്കെ നോർമലായി. BP നമ്മൾ വരുമ്പോഴും നോർമലായില്ലേ. BP വരുമ്പോഴല്ലോ. പിന്നെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് സെറ്റ് ചെയ്ത്, ഉപ്പിട്ട കഞ്ഞെള്ളോ കുടിച്ചപ്പോഴാണ് സെറ്റ് ആയത്. ട്രിപ്പൊക്കെ ആയിട്ട്. സോ ഗൈസ്, എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്താൽ ഒബ്വിയസ്ലി ഇതെൻ്റെ പേഴ്സണൽ കാര്യം, എനിക്കിവിടെ നടന്ന കാര്യമാണ്, ഒക്കെയാണ്. ഇത് ഇപ്പം പലർക്കും കേൾക്കണവർക്ക് ഇത് ഷെയർ ചെയ്യേണ്ടാന്ന് തോന്നുമായിരിക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ ആവശ്യം നമ്മൾ കക്കൂസൊന്നും കഴിവാറില്ല തോന്നുമായിരിക്കും. പക്ഷെ അതല്ല. ഇപ്പം വീട്ടിൽ ആരും ഇല്ലായിരുന്നെന്ന് വിചാരിച്ചോ, ഇവിടെ ആരും ഇല്ലായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകണ്ട ശരിയാവുമെന്നും പറഞ്ഞ് ഇവിടെ കിടന്നിരുന്നേം ഗൈസ്, ഞാൻ വടിയായേനെ. ഓഫ് കോഴ്സ് പിന്നെ ഒരു ഹെല്ലോ ഗൈസ് ഉണ്ടാവില്ലായിരുന്നു. എല്ലാത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേന. പിന്നെ വീഡിയോ പിന്നെ ഇല്ല. കാരണം ഞാനിപ്പം ഒബ്വിയസ്ലി ഞാൻ വയ്യാതൊക്കെ കഴിഞ്ഞ് ഞാൻ കഥ ഓടിച്ച് കുത്തിയിട്ട് കയറി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് ചെയ്യണത്. ഇപ്പം എനിക്ക് ഭയങ്കര ക്ഷമ ആയതുകൊണ്ടാണ് ഓക്കെ ഇവരൊക്കെ ശ്രദ്ധിച്ച. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കയറി കിടന്നിരുന്നെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇവർ വന്ന് തട്ടി വെക്കുമ്പോൾ ഡെഡ് മർഗയ ആയേന ഗൈസ്. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അമ്മയൊക്കെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുമ്പം ഈ വീട്ടിൽ നിൽക്കണ മക്കളൊരു വൃത്തിയായിട്ട സ്വഭാവമാണ്. ഇവർ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സ്വഭാവമുള്ള പിള്ളേരുണ്ട്. ഇവർ വരുമ്പോഴത്തേക്ക് വീടൊക്കെ വൃത്തിയാക്കണം. പക്ഷെ വലിയ പിള്ളേർക്ക് ആ സ്വഭാവം ഇല്ല. നല്ല സ്വഭാവമാണ്. പക്ഷെ വലിയ കുട്ടി, ഫോർ എക്സാമ്പിൾ എന്നെയും മാളൂനെയും പോലുള്ളവർക്കൊന്നും അങ്ങനത്തെ അസുഖം ഇല്ല. അതായത് എനിക്ക് മുതലൊക്കെ പണ്ടുണ്ടായിരുന്ന അസുഖം. അതായത് കൊച്ചു കഴിയുമ്പോൾ അമ്മയൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് വീടൊക്കെ കഴുകിയിടണം, തേച്ചിടണം, അടുക്കളയൊക്കെ തേച്ച് വീഴണം, ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യണമൊക്കെ പറഞ്ഞിരിക്കണോണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ കതവൊക്കെ അടച്ച് നിന്ന് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് സഫോക്കേഷൻ വരും. ഇപ്പം എനിക്ക് 25 വയസ്സായതുകൊണ്ട് ഓക്കെ, എനിക്ക് ചെമച്ച് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ളൊരു ഹോസ്പിറ്റലിൽ പോകണം എന്നൊരു ഐഡിയ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് 10-12 വയസ്സായ കൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ ബോഡിയിൽ അത്രയും പറ്റൂല. അവർക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും പറ്റൂല. അവർക്ക് അതേപോലെ അയ്യോ എനിക്ക് വീട്ടിൽ ആർക്കെങ്കിലും പറയണം, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അവർ വിചാരിക്കും അവർ ചെമച്ച് ഇരിക്കുകയും ചെയ്യും. ഓക്സിജൻ ബോഡിയിൽ അളവ് ഫുള്ള് കുറയുകയും ചെയ്യും. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മേ ബി ദാറ്റ്സ് ലീഡ്സ് ടു ഡെത്ത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ബാത്റൂമൊക്കെ കഴുകണ സമയത്ത് ഡോറ് തുറന്നിട്ടിട്ട് വേണം ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം പോയി വാഷ് ചെയ്യാൻ നിൽക്കുക. ഇല്ലെങ്കിൽ മാസ്ക് വയ്ക്കുക. മാസ്ക് വച്ചതിന് ശേഷം ബാത്റൂം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. കാരണം ഇത് എനിക്കങ്ങനെ ഷെയർ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞപ്പോൾ ചിരിച്ചിട്ട് ആ ബാത്റൂം കഴുകി അത്യാവശ്യം എന്ന നിലയിൽ ആശുപത്രിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, എമർജൻസി. കാരണം അമ്മ മേടിച്ചു, അമ്മയുടെ കരച്ചിലുണ്ട്. ഇപ്പോൾ ഞാൻ കേൾക്കണുണ്ട് അമ്മ പറയണത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ എന്ന് അമ്മ ചോദിച്ചുകൊണ്ടിരിക്കണുണ്ടായിരുന്നു ഡോക്ടറിൻ്റെ അവിടെ. പിന്നെ അങ്ങോട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വിളിച്ചില്ല. ഇവർ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇവരുടെ കരച്ചിൽ ഇത്തിരി നേരം കൂടെ ഒരു കരച്ചിലായിരുന്നു, ഞാൻ ഡെഡ് ഗയാന്നും പറഞ്ഞ്. സോ പറയണ കാരണം ഇന്നലെ ഇങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ന്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്ക് 9 വയസ്സുകാരി പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു, അരളിപ്പൂ കഴിച്ച് മരിച്ചു എന്നൊക്കെ സംഭവം നമ്മൾ കേട്ടില്ലേ. അതേ കണക്ക് ന്യൂസിൽ വന്നേരം ബാത്റൂം കഴുകി ഞാൻ മരിച്ചെന്നുള്ള കാര്യം. അപ്പം പറയട്ട് മോചെടുക്കണം എന്തിനു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളടുത്ത് പറയാണ്, ബാത്റൂമൊക്കെ കഴുകാൻ മാസ്ക് വെച്ചോ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കെമിക്കലാണ്. നമുക്ക് ബാത്റൂം ഗസ്റ്റ് വന്ന് പിന്നെ അതല്ലേ കോമഡി, ഇവിടെ വന്ന ഗസ്റ്റൂടെ ഹോസ്പിറ്റലിൽ ഇത് വീട്ടിൽ വന്ന ഗസ്റ്റ് പിന്നെ അവസാനം ഹോസ്പിറ്റലിൽ വന്ന് കാണേണ്ടി വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ കക്കൂസൊക്കെ ഞാൻ ഇവിടെ റെഡി ആയിട്ട് വന്നപ്പോൾ ഞാൻ കക്കൂസൊക്കെ കാണിച്ചു കൊടുത്തു. നോക്കൂ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകിയിട്ട കക്കൂസാണ്. കക്കൂസ് നല്ല പള ഇട്ടിട്ട് ഞാൻ പോയേനെ ഗൈസ്. സോ അതുകൊണ്ട് പറയാണ് ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ. കാരണം ഇപ്പം നടക്കണ കാര്യം എന്താ നമുക്ക് തന്നെ അറിഞ്ഞൂടാ. ഇപ്പം ചിലപ്പോൾ നടന്നു പോകണവരൊക്കെയാണ് ചുമ്മാ കുഴഞ്ഞു മരിക്കുക, പെട്ടെന്നൊക്കെ മരിച്ചു പോകണത്. അപ്പം അതുകൊണ്ട് സോ ബി കെയർഫുൾ. എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലായിട്ട് ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയുക, അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള ആരുടെയും ചെന്ന് പറയുക. ഒട്ടും പറ്റില്ല എന്ന് പറയാം, ഹോസ്പിറ്റലിൽ പോവുക, അങ്ങനെ ചെയ്യുക.
ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇരുന്നോളാം, എനിക്ക് പ്രശ്നമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ശ്വാസം കിട്ടാനില്ല. അതായത് എനിക്കറിയാൻ പറ്റുന്നുണ്ട് ബോഡിക്ക് താഴോട്ട് ശ്വാസം എന്ന് വെച്ചാൽ എവിടേക്കോ ഒന്നും കിട്ടാത്ത, എവിടെ ലൈക്ക് ഞാൻ ഒരു സാധനം ഉള്ളിലോട്ട് എടുക്കണുണ്ട്, പക്ഷെ അതിൻ്റെ ഫുൾ ബോഡിയിൽ കിട്ടാതെ, ചില ഭാഗത്ത് കിട്ടാതെ ചില ഭാഗത്തുനിന്ന് അനക്കില്ലാത്തതൊക്കെ എനിക്ക് തോന്നി. സോ അതുകൊണ്ട് പറയാണ്, ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇപ്പം നിങ്ങൾക്ക് പലർക്കും ഇത് കോമഡി ആയിട്ട് തോന്നുമായിരിക്കും, കാരണം ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും. പറ്റുമെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കക്കൂസിൽ നോക്കുക, സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് പറയാണ്, വീട്ടിൽ മക്കളൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഒന്നും കഴിവണ്ടെന്ന് പറയണം. ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പോകണം. കൊച്ചു പിള്ളേരാണ് അവർക്കല്ലേ. എനിക്കിപ്പം പേടി എൻ്റെ മാമൻ്റെ 2 മുറപ്പയ്യന്മാരുണ്ടല്ലോ, എൻ്റെ മുറപ്പയ്യന്മാർ. അതിൽ ഇളയ ജോലിയും ചെയ്യൂല, മൂത്തവൻ കക്കൂസ് കഴിവും. അവൻ ഭയങ്കര എല്ലാ ജോലിയും ചെയ്യും, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും. ഇളയൊന്നും ചെയ്യില്ല, അവൻ മോൻ ചുളുക്കണം. പെണ്ണുപിള്ളേൻ്റെ നോണ അത്രയും പറയണമെന്ന്. ഇത് മൂത്ത എല്ലാ ജോലിയും ചെയ്യും. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞായിരുന്നു, ബാത്റൂമൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് അറിഞ്ഞൂടെ, ഇവരെ അടച്ചിട്ടിട്ട് ഫുള്ള് കഴുകും. വീട്ടിൽ വരുമ്പോൾ അമ്മ വരാൻ പറ്റി അമ്മയ്ക്ക് സന്തോഷമാകും ബാത്റൂമൊക്കെ കഴിയണമെന്ന് അവരതാണ് ആലോചിക്കണം, അമ്മയ്ക്ക് സന്തോഷം എന്നുള്ള രീതിയിലാണ് ഇരിക്കണം. ഞാൻ എൻ്റെ ഗസ്റ്റിന് നല്ല സൂപ്പറായിട്ട് ഇരുന്ന് ഇച്ചുമുള്ളതെന്നൊക്കെ പറഞ്ഞിരുന്നു ഗൈസ്. സോ എന്തായാലും തേഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് ആ ട്രോമയിൽ നിന്ന് വന്നില്ലേ? അതല്ല, ഇതേപോലെ ഒന്നും ആരും ചെയ്യരുതെന്ന് പറയാം. നീ പറ. എൻ്റെ അമ്മയ്ക്കൊന്നും പറയാറുണ്ട്. അപ്പം ഞാൻ പറയും, അമ്മ ഇങ്ങനെയല്ല, അമ്മ നല്ലപോലെ പറയാറിയാം. സോ അതുകൊണ്ട് ഞാൻ പറയണ ഗൈസ്, നിങ്ങൾ അങ്ങനെ ബാത്റൂമൊക്കെ കഴിയണമെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ട് വേണം കഴിയാൻ. കാരണം ഇപ്പം എന്തൊക്കെയാണ് നടക്കണേ, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കണേന്ന് അമ്മയ്ക്ക് തന്നെ അറിഞ്ഞുകൂടാ. സോ ബി കെയർഫുൾ. ഏത് കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു സഫോക്കേഷൻ അടിച്ചാൽ നേരെ ഹോസ്പിറ്റൽ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആൾക്കാർ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. കാരണം ഇന്നലെ 1 മണിക്കൂർ 1/2 മണിക്കൂർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ശ്വാസം എടുക്കാൻ പറ്റാതെ. ഇങ്ങനെയാണ് എനിക്ക് വാവഴി എടുത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റണുള്ളായിരുന്നു. അപ്പം അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് പറയുമ്പോൾ അയ്യോ പാവം പോട്ടെ ശരിയെന്ന് പറയാനായിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ആ അസുഖം നമുക്ക് വരുമ്പോഴാണ് അവരുടെ ആ ഒരു വേദന നമുക്ക് മനസ്സിലാവണം. ശ്വാസം എടുക്കാൻ പറ്റില്ല, പിന്നെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. സോ അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. സോ ഗൈസ്, പിന്നെ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഓൺലൈൻ പേജുകാരടുത്താണ്. ഇനി ഇതെടുത്തിട്ട് ഗ്ലാമി ഗംഗയ്ക്ക് കക്കൂസിൽ വെച്ച് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ IBSന്റെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഒരു പേജുകാരിട്ടേക്കാണ്, ഞാൻ വടിയായിരുന്നു. എന്തിനാണ് എനിക്കിവിടെ കൊല്ലാതെ തന്നെ 100 ആൾക്കാരുണ്ട്, നിങ്ങളൂടെ എന്നെ കൊല്ലാതെ. എനിക്ക് IBSന്റെ വീഡിയോ ഇട്ടപ്പം ഗ്ലാമി ഗംഗ മരിക്കും, ഏത് നിമിഷം വേണോ മരണപ്പെടാമെന്ന് പറഞ്ഞൊരു പേജിൽ ഇട്ടേക്കാണ്. ഗോപിയുടെ അമ്മ എടുത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പം ഓൺലൈൻ മീഡിയക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇത് അതല്ല, വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ പോയി വേണം. അല്ലാതെ ഹാർപ്പിക്ക് കുടിച്ച് ഗ്ലാമി ഗംഗ മരണക്കിടക്കയിൽ എന്നൊന്നും പറഞ്ഞിട്ട് കളയല്ല ഗൈസ്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.